മറ്റു പ്രധാനപ്പെട്ട വാർത്ത കത്തോലിക്ക സഭയുടെ സർക്കാർ വിമർശനമാണ്. സർക്കാരിന് മേൽ തെരഞ്ഞെടുപ്പ് സമ്മർദ്ദതന്ത്രവുമായി കത്തോലിക്ക സഭ രംഗത്ത് വന്നു. അധ്യാപക നിയമനത്തിൽ സഭയ്ക്ക് അർഹിക്കുന്ന അവകാശം കിട്ടണം. വിമോചന സമരം ഓർമ്മിപ്പിച്ചാണ് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ വാക്കുകൾ. സ്കൂൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ച ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തലകുത്തി വീണു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മറ്റുള്ളവർക്ക് കൊടുത്തത് കത്തോലിക്കർക്കും കിട്ടണം. അവഗണന തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യാനുള്ള ബോധം 50 ലക്ഷം വരുന്ന സഭാംഗങ്ങൾക്ക് ഉണ്ടെന്നും പിടിച്ചുവാങ്ങാനുള്ള ശക്തി കത്തോലിക്കർക്കില്ലെന്ന് ധരിക്കുന്നുവെങ്കിൽ തെറ്റിപ്പോയെന്നും റാഫേൽ തട്ടിൽ ആഞ്ഞടിച്ചു. പട്ടിണി കിടന്നും ഞങ്ങൾ പടുത്തുയർത്തിയിട്ടുള്ള സ്കൂളുകൾ, ഞാൻ ചരിത്രത്തിൻ്റെ പിന്നാമ്പറങ്ങളിലേക്ക് പോകുന്നില്ല. സ്കൂളുകളെ പിടിച്ചെടുക്കാൻ പരിശ്രമിച്ച ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് തലകുത്തി വീണത് ഈ ജനത്തിൻ്റെ കണ്ണുനീരിലാണ്. നിങ്ങൾക്കറിയാം, അതിന് വിമോചന സമരം എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ കത്തോലിക്കര് മാന്യരാണ്, ക്രൈസ്തവര് മാന്യതയുള്ളതാണ്, ഞങ്ങൾക്ക് സംസ്കാരമുണ്ട്, ഞങ്ങൾ വഴക്ക് കൂടാൻ വരുന്നവരല്ല. പക്ഷെ ഞങ്ങൾക്ക് അർഹിക്കുന്ന അവകാശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടും ഞങ്ങളെ പരിഗണിക്കാൻ സന്മനസ് കാണിക്കാത്ത രാഷ്ട്രീയ കക്ഷികളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട്. അത് കാണിക്കേണ്ട ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയിലേക്ക് നമ്മൾ അടുക്കുകയാണ്. നമ്മുടെ ജനങ്ങളോട് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞ് ഒരിക്കലും ഒരു സംവിധാനമോ ഒരു സമ്മർദ്ദമോ ചെലുത്താറില്ല. പക്ഷേ സമൂഹത്തോടും സമുദായത്തോടും രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്ന അസാമാന്യമായിട്ടുള്ള അനീതി നിറഞ്ഞ അവഗണനയെ തിരിച്ചറിയാനും അതിനെ തിരിച്ചു കുത്താനുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട്. വളരെ കൃത്യമായ ഭാഷയിൽ സംസാരിക്കുകയാണ് അദ്ദേഹം. കത്തോലിക്ക സഭയുടെ സമ്മർദ്ദതന്ത്രം എന്ന് വിശേഷിപ്പിക്കുമ്പോഴും വിദ്യാഭ്യാസ കാര്യങ്ങളിലടക്കം അവർ കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിക്കുന്ന അവഗണന ചൂണ്ടിക്കാട്ടുകയാണ്. ഇനി ഞങ്ങൾ മിണ്ടാതിരിക്കില്ല, ഇനി ഞങ്ങൾ മിണ്ടിക്കൊണ്ടേയിരിക്കും, ഞങ്ങൾ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ഇപ്പോൾ പിതാവ് പറഞ്ഞു വെക്കുന്നത്. ശ്രീത്ത് വളരെ ശക്തമായ വിമർശനമാണ്. വിമോചന സമരമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിമോചന സമരത്തിന് ഇരയായ സർക്കാർ ഭരിക്കുക, അതേ തരത്തിലുള്ള പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് വീണ്ടും അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് സഭ ഉന്നം വെക്കുന്നത്? രഞ്ജിത്ത്, തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കെ സംസ്ഥാന സർക്കാരിന് മുന്നിൽ കടുത്ത സമ്മർദ്ദം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കടുത്ത മുന്നറിയിപ്പുമായി കത്തോലിക്ക സഭ രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കത്തോലിക്ക സഭയുടെ, ഒരുപക്ഷെ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ തന്നെ കടുത്ത നിലപാടുമായി രംഗത്ത് വരുന്നു. സാധാരണഗതിയിൽ അദ്ദേഹം പല വിഷയങ്ങളും സൗമ്യമായി പറഞ്ഞു പോകുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്, കേരളത്തിലെ സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നത് വിമോചന സമരമാണ് എന്നുള്ളതാണ്. അതിന്റെ വഴിയായി ചൂണ്ടിക്കാണിക്കുന്നത് തൊട്ടടുത്ത് തെരഞ്ഞെടുപ്പുകൾ വരുന്നു എന്നതുമാണ്. അതായത് ഈ അധ്യാപന നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാർ എല്ലാം ഇടപെട്ടു, എല്ലാം പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് അതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് കടുത്ത നിലപാടുമായി കത്തോലിക്ക സഭ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. NSS മാനേജ്മെന്റ് സ്കൂളുകൾക്ക് സുപ്രീം കോടതി വിധിയിലൂടെ ഫലത്തിൽ അംഗീകാരം, അധ്യാപന നിയമനത്തിന് അംഗീകാരം ലഭിച്ചിരുന്നു. അതുതന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റുള്ളവർക്ക് കൊടുത്തത് കത്തോലിക്കർക്കും കിട്ടണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തരാത്തവരെ തിരിച്ചറിയാനുള്ള ബുദ്ധി കത്തോലിക്കർക്കുണ്ട്. ആർക്ക് വോട്ട് ചെയ്യണം എന്നൊന്നും സാധാരണ പറയാറില്ല, പക്ഷെ അവരെ തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യാൻ കഴിയും. ഏതാണ്ട് 50 ലക്ഷം ആളുകളെങ്കിലും ഉണ്ട് കത്തോലിക്കരായി കേരളത്തിൽ എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ഫലത്തിൽ. അത് കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന സംസ്ഥാനതല ജാഥയുടെ പാലായിലെ വേദിയിലാണ് മാർ റാഫേൽ തട്ടിൽ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. നമുക്കറിയാം, മുഖ്യമന്ത്രി ഇടപെട്ട് ഇത് സുപ്രീം കോടതിയിൽ അനുകൂല നിലപാടെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി പിന്നീട് നടന്ന യോഗത്തിൽ പറഞ്ഞത് സുപ്രീം കോടതിയിൽ ഇതിനെ എതിർക്കില്ല എന്ന നിലപാട് മാത്രമാണ് പറഞ്ഞത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പാലാ രൂപതയിൽ നടന്ന വിവിധ ക്രൈസ്തവ സഭകളുടെ യോഗത്തിന് ശേഷം അവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും ഇത് സർക്കാരിന് മുന്നിൽ വലിയൊരു സമ്മർദ്ദമായി കത്തോലിക്ക സഭ തുടർന്നും ഉയർത്തും, ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഉയർത്തും എന്നതാണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. ശ്രീതാണ് വിവരങ്ങൾ പങ്കുവച്ചത്.